ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സിറ്റുവേഷൻ നിങ്ങൾ റിയാക്ട് ചെയ്യുക, എങ്ങനെയായിരിക്കും ആ ഒരു അവർക്ക് എന്ത് മറുപടി ആയിരിക്കും ആ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്ത് ചോദ്യം. ഇപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാവരും മാനസിക രോഗികളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ട്രോൾസുകളും കുറേ രാജ്യങ്ങളിൽ അവരെ തള്ളി പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെസ്ബിയൻ ആയിട്ടുള്ളൊരു ഗേൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ചെയ്യുക? ഞാൻ ആ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലാത്ത കാരണം നൈസ്ലി അല്ല എന്നുള്ള പറയും. ഇപ്പോൾ ഈ ലെസ്ബിയൻ ഗേ ഇവരെ പോലുള്ള സമൂഹത്തിൽ ഒരുപാട് പേര് മാനസിക രോഗികളാന്നൊക്കെ പറയുന്നുണ്ട്. പല രാജ്യക്കാർ ഇവരെ തള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇവര് ശരിക്കും അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലല്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം അവരെ പറ്റി? അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ്, അത് ഇറ്റ്സ് ഇൻബോൺ. അത് അവരുടെ മെന്റൽ ഡിസീഡറോ ഇതും അല്ല, ഇറ്റ്സ് ഡിഫേഴ്സ്. ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി ഓപ്പൺലി ആൾക്കാർ പറയുന്നു, പണ്ട് ഓപ്പൺലി പറയില്ല, അത്രേ ഉള്ളൂ. ഒരു ലെസ്ബിയൻ ആയിട്ട് ഒരാള് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്ക് ഈ LGBTQ കമ്മ്യൂണിറ്റിയോട് എനിക്കൊരു ഹേറ്റ്രഡോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള. എനിക്ക് ട്രാൻസ് ഫ്രണ്ട്സ് ഉണ്ട്, lesbian gay friends ഒക്കെ ഉണ്ട്. So I would be fine. I'm personally not a lesbian, I'm straight. So I would explain to them that I am straight, പക്ഷേ I wouldn't hate them for it. Yeah. അവരുടെ ഒരു ഇതെങ്ങനെയാണ്, അവരുടെ നേച്ചർ എങ്ങനെയാണ് ശരിക്കും നിങ്ങളോടുള്ള ഒരു ഇത് ലെസ്ബിയൻസിന്റെ? എനിക്ക് അങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിന്റെ ഏതാ ചോദിച്ചത്? അവരുടെ ആ ഒരു നിങ്ങളുടെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അവര് പ്രപ്പോസ് ചെയ്യാൻ പോവാറുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അവർക്കറിയാം ഞാൻ സ്ട്രേറ്റ് ആണ്. അപ്പൊ അവര് എന്റെ അടുത്തോട്ട് വന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, കാരണം they know my sexuality and they respect it. Yeah. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ഗേൾ വന്ന് പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? താല്പര്യമില്ല. എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റല്ലല്ലോ. നിങ്ങൾ ആ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവരുടെ ഇഷ്ടമല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഹെറ്ററോസെക്ഷുവാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും അതെല്ലാം ആൾക്കാരുടെ ഓരോരോ പേഴ്സണൽ പ്രിഫറൻസസ് അല്ലേ. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ എത്തിച്ച് നോക്കേണ്ട വേറൊരാളുടെ ബെഡ്റൂമിൽ നിന്ന് നടക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേ ആർ ദെയർ ഓൺ പേഴ്സൺ. ആസ് ആൻ ഇൻഡിവിജ്വൽ അത് നമ്മുടെ ലൈഫിൽ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടോ ലെസ്ബിയൻ ആയിട്ട്? ആരെങ്കിലും പരിചയമുണ്ടോ, കണ്ടിട്ടുണ്ടോ, നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? കോളേജിലുണ്ട്. പരിചയപ്പെട്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇവരോട് സംസാരിക്കണം, അവരുടെ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ക്യൂരിയസ് ഉണ്ടോ അവരുടെ കാര്യങ്ങൾ അറിയാൻ? ഇല്ല. ഇവിടെ ഉണ്ട്. എന്താണ് അറിയാൻ താല്പര്യം? എങ്ങനെയാണ് അവരുടെ മൈൻഡ് എന്ന്? ഇത് ശരിക്കും ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കുറെ പേര് ഇതിനെ ഒരു ഇത് മാനസിക രോഗം എന്നൊക്കെ രീതിയിൽ കുറെ പേര് ചിത്രീകരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഞാൻ പരിചയപ്പെടുത്തിടത്തോളം എനിക്ക് എന്റെ ഏതൊരു ഫ്രണ്ട്സിനെയും പോലെ തന്നെ അവർ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അബ്നോർമൽ ആയിട്ടോ അങ്ങനെ ഒന്നും അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് സ്വയം ഞാൻ ഇങ്ങനെയാണ്, ഇപ്പൊ ഞാൻ രാജാവാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറയണ പോലെ ഇവര് സ്വയം ഇങ്ങനെയാണെന്നുള്ളൊരു തോന്നലിലൂടെ അവരുടെ തോന്നലാണ് തോന്നേണ്ടതല്ലേ? അത് എന്ന് പറയുന്നത് അവരെ നമ്മൾ വേറെ എന്തോ ഒരു സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ they are forced to accept that ഞാൻ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാന്ന്. അപ്പൊ നമ്മളത് ഒരു നോർമൽ ഇതാക്കി അവരുടെ ജീവിതത്തിൽ നിന്ന് നടക്കുന്നുള്ള നമ്മളെ ബാധിക്കുന്നതല്ലേ. ഇപ്പം മാതാപിതാക്കളാണെങ്കിലും അവരുടെ മക്കൾക്ക് they have their own life. അപ്പം ഒരു പരിധി വരെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തോട്ട് അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം നിയന്ത്രിക്കാനോ ആർക്കും അധികാരമില്ല. ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ഗേള് നിങ്ങളെ പ്രപ്പോസ് ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? പ്രപ്പോസ് ചെയ്താ എനിക്ക് ഇപ്പം താല്പര്യം ഇല്ല. ഒരു ചമ്മലുണ്ടാവോ? ചമ്മലുണ്ടാവുക അതറിയില്ല. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. എന്തായിരിക്കും പറയാ അവരോട്? എനിക്ക് അങ്ങനെ താല്പര്യമില്ലാന്ന് തുറന്നു പറയും. എന്തെങ്കിലും അനുഭവമായിട്ടുണ്ടായിട്ടുണ്ടോ? കൂട്ടുകാരികൾക്ക് എന്തെങ്കിലും? കൂട്ടുകാരികൾക്കും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? ലെസ്ബിയനായിട്ട് താല്പര്യമില്ല. അല്ല, എങ്ങനെയായിരിക്കും അവരോട് പറയാ? എന്തായിരിക്കും പറയാ? നമ്മൾ പറയുന്നപ്പം എനിക്ക് അങ്ങനെ ലെസ്ബിയൻ ആ ഒരു ഇതിലോട് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അത് നല്ല കാര്യം. മീൻസ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് തുറന്ന് പറയാൻ നിങ്ങൾ കാണിച്ചില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നുള്ള കാര്യം. അനുഭവം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ലെസ്ബിയൻ കൂട്ടുകാരികൾ എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ കൂട്ടുകാരികളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ഗേൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അങ്ങനെ വെച്ചാ അറിയില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? പറഞ്ഞു മനസ്സിലാക്കി ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാ ഇപ്പൊ അതൊരു ട്രെൻഡായിട്ട് കോമൺ ആയിട്ട് വരുന്നുണ്ട്, എല്ലാ കോളേജുകളിലും ഇപ്പൊ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവരായിട്ടൊരു ഇതായിട്ടൊരു ഇതില്ല, സപ്പോർട്ട് ചെയ്യും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നാണെങ്കിൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു തിരിച്ചങ്ങനെ തോന്നുകയാണെങ്കിൽ അതിന് പോവേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ തോന്നുന്നില്ല. എന്താ പറയാ, അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിൽ തന്നെ പോവും, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പൊ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ. ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാനസിക രോഗമുള്ളവരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട്. കുറെ രാജ്യങ്ങളിലൊക്കെ അവരെ മാനസിക രോഗം ഉള്ളവരാന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു ഇതല്ല. അത് ഓരോരുത്തർക്ക് ഇത് ഹോർമോണൽ ചേഞ്ചസോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കാണുന്ന ഒരു ചേഞ്ചസ് മാത്രമാണ്. അതായത് ഒരു മാനസിക രോഗം അതൊന്നും അല്ല.